വിഷമുള്ള പാമ്പും വിഷാംശമുള്ള പാമ്പും വെനമസ് ആൻഡ് പോയിസൺ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലരെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു ചോദ്യമാണിത്. എന്നാൽ ഈ വിസ്മയകരമായ ജീവികളെ മനസ്സിലാക്കാൻ ഈ വ്യത്യാസം അറിയേണ്ടത് അത്യാവശ്യമാണ്. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം. നമ്മൾ കാണുന്ന മിക്ക പാമ്പുകളും വെനമസ് വിഷം കുത്തിവെക്കുന്നവയാണ്, അല്ലാതെ പോയിസണസ് ശരീരത്തിൽ വിഷാംശമുള്ളവയല്ല. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? വിഷപ്പാമ്പുകൾ ഇവ തങ്ങളുടെ ഇരയുടെ ശരീരത്തിലേക്ക് പ്രത്യേക പല്ലുകൾ വഴി വിഷം കുത്തിവെക്കുന്നു. ഇരയെ കീഴ്പ്പെടുത്താനോ കൊല്ലാനോ വേണ്ടിയാണ് ഇവ പ്രധാനമായും വിഷം ഉപയോഗിക്കുന്നത്. പ്രതിരോധത്തിനും ഇത് ഇവയെ സഹായിക്കുന്നു. പാമ്പുകൾ കടിയേൽക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേൾക്കും. അത് ഇത്തരം വെനമസ് പാമ്പുകളെ കുറിച്ചാണ്. ഇവ കടിക്കുമ്പോഴാണ് അപകടമുണ്ടാകുന്നത്. വിഷാംശമുള്ള പാമ്പുകൾ, പോയിസണസ് സ്നേക്സ്. ഇത്തരം പാമ്പുകൾ കടിക്കുമ്പോഴല്ല അപകടകാരികളാകുന്നത്, മറിച്ച് ഇവയെ സ്പർശിക്കുകയോ ആഹാരമാക്കുകയോ ചെയ്യുമ്പോഴാണ് വിഷം ശരീരത്തിൽ എത്തുന്നത്. ഇതൊരു പ്രതിരോധ സംവിധാനമാണ്. ഇത്തരം പാമ്പുകളെ ജീവി ഭക്ഷിക്കാൻ ശ്രമിച്ചാൽ പാമ്പിന്റെ ശരീരത്തിലുള്ള വിഷാംശം മൂലം ആ ജീവിക്ക് അസുഖം വരികയോ മരണം സംഭവിക്കുകയോ ചെയ്യാം. ഇവയുടെ ശരീരത്തിൽ തന്നെ വിഷം സംഭരിക്കപ്പെട്ടിട്ടുണ്ടാകും. ചുരുക്കത്തിൽ, അവർ കടിക്കുമ്പോൾ നിങ്ങൾക്ക് പരിക്കേറ്റാൽ അത് വെനമസ് ആണ്. നിങ്ങൾ അവരെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പരിക്കേറ്റാൽ അത് പോയിസണസ് ആണ്.